കരിപ്പുഴത്തോട്ടിൽ ഒഴുകിയെത്തിയ മൃതദേഹം കണ്ടെത്തി. എരുവ പാലത്തിന് സമീപമാണ് മൃതദേഹം കണ്ടെത്തിയത്. പത്തിയൂർ സ്വദേശിനി 80 വയസ്സുള്ള ഓമനയുടേതാണ് മൃതദേഹമെന്ന് തിരിച്ചറിഞ്ഞു. കായംകുളം കരിപ്പുഴത്തോട്ടിൽ ഒഴുകിയെത്തിയ മൃതദേഹം എരുവ പാലത്തിന് സമീപം കണ്ടെത്തി. ഉച്ചയ്ക്ക് 2:30 മണിയോടെയാണ് മൃതദേഹം തോട്ടിൽ ഒഴുകിയെത്തുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് പോലീസിനെയും ഫയർഫോഴ്സിനെയും വിവരമറിയിക്കുകയായിരുന്നു. സ്ഥലത്തെത്തിയ പോലീസും ഫയർഫോഴ്സും ചേർന്ന് മൃതദേഹം തോട്ടിൽ നിന്ന് പുറത്തെടുത്തു. പത്തിയൂർ സ്വദേശിനി 80 വയസ്സുകാരി ഓമനയുടേതാണ് മൃതദേഹമെന്ന് തിരിച്ചറിഞ്ഞു. മുൻ അംഗൻവാടി അധ്യാപികയായിരുന്ന ഓമന വിരമിച്ച ശേഷം വീട്ടിൽ കഴിയുകയായിരുന്നു. കഴിഞ്ഞ 3 ദിവസമായി ഇവരെ കാണാനില്ലായിരുന്നു. വീട്ടിൽ നിന്നും ക്യാമ്പിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞാണ് ഓമന പോയത്. പിന്നീട് തിരിച്ചെത്താത്തതിനെ തുടർന്ന് ബന്ധുക്കൾ കരിയിലക്കുളങ്ങര പോലീസിന് പരാതി നൽകിയിരുന്നു. പോലീസ് മിസ്സിംഗ് കേസ് അന്വേഷിച്ചു വരുന്നതിനിടെയാണ് കരിപ്പുഴത്തോട്ടിൽ നിന്നും മൃതദേഹം കണ്ടെത്തിയത്. കായംകുളം നഗരസഭാ ചെയർമാൻ ശരത് ലാൽ ബെല്ലാരി, പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ഹരികുമാർ എന്നിവർ സ്ഥലത്തെത്തി മേൽ നടപടികൾക്ക് നേതൃത്വം നൽകി. നിലവിൽ ഒരു ബോഡി ഒഴുകി വരുമെന്ന് പറഞ്ഞ് കുറച്ച് ആൾക്കാർ അങ്ങോട്ട് ഓടുകയും അതിൻ്റെ പുറകിന് ഞാൻ അമ്മയുടെ വീട്ടിൽ വന്നതാണ്. അപ്പം ഞാനും അതിൻ്റെ പുറകിന് പോയി ഓടി തിരിച്ചപ്പോൾ ആദ്യം നമ്മൾ ഡെമ്മിയാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഫോണിൽ നമ്മൾ സൂം ചെയ്ത് നോക്കിയപ്പോൾ ആളാണെന്ന് നമുക്ക് വ്യക്തമായി. അങ്ങനെ ഉടനെ തന്നെ ഫയർഫോഴ്സിനെയും കല്ലക്കുള CI നമ്മൾ അറിയിച്ചു. അവർ പെട്ടെന്ന് തന്നെ വന്നു എടുത്തു. അപ്പോൾ നിലവിൽ പത്തിയൂർ 6-ാം വാർഡിലുള്ള ഓമന എന്ന് പറയുന്ന ആളാണ് മരണപ്പെട്ടത്. ജോലി അംഗനവാടി ടീച്ചറാണെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത്. ഇപ്പോൾ ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നുണ്ട്. ഉടനെ തന്നെ ബോഡി കായംകുളം മോർച്ചറിയിലേക്ക് മാറ്റും. ഇത് പത്തിയൂർ ക്ഷേത്രത്തിൻ്റെ വടക്കുവശം തോണ്ടൂന്നിൽ ഓമന എന്ന് പറയുന്ന പത്തിയൂരിലെ 6-ാം വാർഡിലെ വ്യക്തിയാണ്. അംഗനവാടി ടീച്ചറായിരുന്നു. 4-ാം തീയതി വൈകിട്ട് പത്തിയൂരിൽ ക്യാമ്പ്, പത്തിയൂരിൽ ഈ തോണ്ടൂന്നിൽ അടങ്ങുന്ന ഈ മരിച്ച ഓമനയുടെ ആ പ്രദേശം ആകെ തന്നെ വെള്ളക്കെട്ടാണ്. 4 വശവും വെള്ളമാണ്. അവിടുന്ന് ക്യാമ്പിലേക്കാണെന്ന് പറഞ്ഞ് വന്നതാണ്. പക്ഷേ ക്യാമ്പിൽ എത്തിയിരുന്നില്ല. ഒരു വാർഡ് മെമ്പർ എന്ന നിലയിൽ എത്തേണ്ട ആൾ എത്തിയില്ല എന്നുള്ളതുകൊണ്ട് തന്നെ 5-ാം തീയതി രാവിലെ തന്നെ അവിടെ എത്തിയപ്പോൾ പോയി കൊച്ചുമക്കളൊന്നും ചൂട വെള്ളം പൊങ്ങിയിട്ട് ഇറങ്ങാമെന്നുള്ളൊരു അനന്തരൻ്റെ കൂടാണ് താമസം. വിധവയാണ്, മക്കളില്ല. പക്ഷേ അവിടെ നിന്ന് പോയിരുന്നു. 4 വശവും വെള്ളക്കെട്ടാണ്. കാൽവഴുതി വെള്ളത്തിൽ വീണതാകാം എന്ന് തന്നെയാണ് നമ്മുടെ പത്തിയൂർ പഞ്ചായത്തിലെ ഒരുപക്ഷെ ഈ വെള്ളപ്പൊക്കത്തിൻ്റെ ആദ്യ ഇരയായിട്ട് ആണ് നമ്മുടെ പ്രിയപ്പെട്ട ഓമനം മാറിയെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. വളരെ ദാരുണമായി പോയി. വലിയ വിഷമത്തിലാണ് ഞങ്ങൾ എല്ലാവരും. CDNet ന്യൂസ് കായംകുളം.